ഒരു വംശം അവസാനിക്കാതിരിക്കാൻ ഒരു ദൈവം ഒരു കുഞ്ഞിന്റെ മുന്നിൽ കാവലായി നിന്ന കഥയാണിത്. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. യുദ്ധഭൂമി മുഴുവൻ നിശബ്ദമായിരുന്നു. എല്ലാം അവസാനിച്ചതുപോലെ തോന്നി. പക്ഷേ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇനിയും യുദ്ധം അവസാനിച്ചിരുന്നില്ല. അവനായിരുന്നു അശ്വത്ഥാമ. അവന്റെ കണ്ണുകളിൽ കോപവും പകയും മാത്രമായിരുന്നു. പാണ്ഡവരെല്ലാം ജയിച്ചു. പക്ഷെ അവനത് സമ്മതിക്കാനായില്ല. അവരുടെ വംശം തന്നെ ഇല്ലാതാക്കണം അവൻ മനസ്സിൽ തീരുമാനിച്ചു. അതിനായി അവൻ ഉപയോഗിച്ചത് ഒരു ഭീകര ആയുധമായിരുന്നു, ബ്രഹ്മാസ്ത്രം. ആ ആയുധം ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ആകാശം തന്നെ ഭയപ്പെട്ടതുപോലെ തോന്നി. പക്ഷേ അവന്റെ ലക്ഷ്യം ഒരു യോദ്ധാവല്ലായിരുന്നു, ഒരു രാജാവുമല്ലായിരുന്നു. ഒരു കുഞ്ഞ്, ഇനിയും ജനിക്കാത്ത ഒരു കുഞ്ഞ്. അവൻ തന്റെ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. ആ കുഞ്ഞ് പാണ്ഡവ വംശത്തിന്റെ അവസാന പ്രതീക്ഷയായിരുന്നു, പരീക്ഷിത്. ആ നിമിഷം എല്ലാവരും ഭയന്നു. കാരണം ബ്രഹ്മാസ്ത്രത്തെ ആർക്കും തടയാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഒരു ദൈവം ശാന്തമായി നിന്നു, കൃഷ്ണൻ. അവൻ കണ്ണുകളടച്ചു. അവനറിയാമായിരുന്നു, ആ കുഞ്ഞു മരിച്ചാൽ ഒരു വംശം തന്നെ അവസാനിക്കും. അപ്പോൾ കൃഷ്ണൻ ഒരു അത്ഭുതം ചെയ്തു. അവൻ തന്റെ ദൈവിക ശക്തിയായി പ്രകാശമായി മാറി. ആ പ്രകാശം അമ്മയുടെ ഗർഭത്തിനുള്ളിലേക്ക് കടന്നു. അവിടെ ഒരു കുഞ്ഞ്, ചെറിയ ജീവൻ, ഭയത്തോടെ കിടന്നു. ആ കുഞ്ഞിന്റെ മുന്നിൽ കൃഷ്ണൻ നിന്നു, ഒരു കാവൽക്കാരനെ പോലെ. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന്റെ തീ അവിടെയെത്തി. പക്ഷേ ആ തീ കൃഷ്ണന്റെ പ്രകാശം തൊട്ട നിമിഷം അതില്ലാതായി. അങ്ങനെ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടു, ഒരു വംശം രക്ഷപ്പെട്ടു. കുറച്ചു കാലത്തിനു ശേഷം ആ കുഞ്ഞ് ജനിച്ചു. അവനായിരുന്നു പാണ്ഡവരുടെ അവസാന രാജാവ്.